ശ്രീ ഒ അബ്ദുള്ള, തീവ്രവാദം ഇപ്പോഴും വളരെ സജീവമാണ്. താങ്കൾ കേരളത്തിൽ തീവ്രവാദം ഇല്ല എന്ന് സ്ഥിരമായിട്ട് വാദിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതാ നോക്കൂ, ഒരു പ്രമാദമായിട്ടുള്ളൊരു കേസിലെ പ്രധാന പ്രതി 13 വർഷമായി ഒളിച്ചു താമസിച്ചത് ഈ കേരളത്തിൽ തന്നെയാണ്. മറുപടി, ഞാൻ കേരളത്തിൽ തീവ്രവാദം ഇല്ല എന്ന് വാദിച്ചില്ല. ഒരിക്കലും തീവ്രവാദമുണ്ട്. അത് ഒരു പ്രത്യേക സമുദായത്തിൽ മാത്രമാണ് തീവ്രത, മറ്റുള്ളവരൊക്കെ അതിൽ നിന്ന് വിമുക്തരാണ് എന്ന താങ്കളുടെയും താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയും നിലപാടിനോടാണ് എനിക്ക് വിയോജിപ്പ്. ഇവിടെ തീവ്രവാദമുണ്ട്. ഈ ഹിന്ദു വർഗീയ ഭീകരതയുടെ ഉടൽ രൂപമാണ് RSS. ആ RSSും അതുപോലെയുള്ള ഹിന്ദു സംഘടനകളും ഇവിടെ ഒരു പ്രത്യേക സമുദായത്തിനെ വേട്ടയാടുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അവർക്കെതിരെ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അയച്ചുവിടുകയും നിരന്തരമായി അതൊരു ഭീഷണിയെ മാറുകയും ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ അതിനെതിരെ ഒരു പ്രതിക്രിയ എന്ന രീതിയിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ ശക്തിപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം നേതാക്കന്മാർ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഞാൻ ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് എതിരാണ്. ഞാൻ അവരോട് വളരെ ശക്തമായ ഭാഷ പറയുന്നത് സംഘടിക്കരുത്. ഈ രീതിയിൽ സംഘടിച്ചാൽ അവർ ഭൂരിപക്ഷ സമുദായത്തിലെ മഹാഭൂരിപക്ഷം നമ്മൾ അനുകൂലിക്കുന്നവരാണ്, നമ്മൾ ന്യൂനപക്ഷങ്ങളെ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരിലുള്ള വലിയൊരു ഭൂരിപക്ഷത്തെ കൂടി അവരുടെ കൂടി വെറുപ്പ് സമ്പാദിക്കുക എന്നതായിരിക്കും നിങ്ങൾ സംഘടിച്ചാൽ ചെയ്യുക എന്ന് പലതവണ ഞാൻ അവരുടെ നേതാക്കന്മാരോട് തർക്കിച്ചതാണ്. മറ്റൊരു കാര്യം, ഏതായാലും ഇതിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ പ്രതികരണം എന്ന നിലക്കാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശക്തിപ്പെടാൻ കാരണം. അപ്പോൾ താങ്കളെ പോലുള്ളവർ ചർച്ച നയിക്കുമ്പോഴൊക്കെ എപ്പോഴും ഏകപക്ഷീയമായി ഇവിടെ ശക്തിപ്പെട്ടു വരുന്നത് RSS. ഇന്ത്യയിൽ ഏറ്റവും അധികം RSSന് യൂണിറ്റുകളുടെ സംസ്ഥാനം കേരള. അങ്ങനെ ആവാനുള്ള കാരണം എന്താ? അവിടെ ഉണ്ടായ പ്രശ്നം വളരെ സൗഹാർദ്ദത്തിൽ ഇവിടെ ജീവിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദുക്കൾ. ഇവിടെ അല്ല, അതിലേക്ക് വരാം. ഞാൻ ഇത് പറഞ്ഞുതരാം. RSSന്റെ നേതൃത്വത്തിൽ എത്ര തീവ്രവാദ കേസുകൾ ഉണ്ട് ഇവിടെ? RSSന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള എത്ര തീവ്രവാദ കേസുകളുണ്ട്? അതിന്റെ എണ്ണമൊന്നും ഞാൻ എടുക്കാൻ പോയില്ല. കാരണം ഇവിടെ വല്ലതുണ്ടായി നിൽക്കട്ടെ. ഇവിടെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കാട്ടൂർ പള്ളിയിൽ കടന്നുറങ്ങുന്ന അലി മുസ്ലിയാരെ വെട്ടിക്കൊന്ന ആരാ? ഞാൻ RSS ആണ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, കാരണം തെളിവുകളില്ല, പറയാൻ പറ്റില്ല. പള്ളിയിൽ കിടന്നുറങ്ങുന്നതായ ആ മനുഷ്യനെ വെട്ടിക്കൊന്നത് ആരായിരിക്കും? അദ്ദേഹത്തിൻ്റെ മക്കളായിരിക്കും, അദ്ദേഹത്തിന് അനന്തരവാസികളായിരിക്കും. അതുപോലെ കാസർഗോഡ് ആ ഷെഫീഖ് എന്ന് പറഞ്ഞ പയ്യൻ സ്കൂളിൽ പോകുമ്പോൾ കൊന്നതാരാ? അതുപോലെ എത്ര സംഭവങ്ങൾ അങ്ങക്ക് ഉദ്ധരിക്കേണ്ടത്? ഇവിടെ വല്ലതും നടത്തുന്നില്ല RSS. ഞാൻ വേണമെങ്കിൽ നാളെ താങ്കൾ ചർച്ച വെച്ചോ, RSS എത്രത്തോളം ശരി ആട് ചിരിച്ചാടുക. അന്ന് താങ്കൾ ചിരിച്ചത് ഞാൻ ഇറങ്ങിപ്പോയതാ. താങ്കൾ ഉത്തരം മുട്ടുമ്പോൾ താങ്കൾ നല്ല മനോഹരമായ ചിരിയുണ്ട്, അത് വളരെ രസകരമായ ചിരിയാണ്. അപ്പൊ കേരളത്തിൽ വല്ലവരും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാട്ടൂർ അലി മുസ്ലിയാനിക്ക് ഇപ്പോൾ ഓർമ്മയിലേക്ക് വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ കാസർഗോഡ് ഒരു മൗലവി, അതുപോലെ ആ ഒരു പയ്യൻ മഹമ്മൂദ് എന്ന പേരായ പയ്യൻ സ്കൂൾ പോകുമ്പോൾ വെട്ടിക്കൊന്നില്ലേ? താങ്കൾ പറയുന്നു താങ്കൾ PFIക്ക് എതിരാണെന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് PFIയുടെ ഭീകരവാദത്തെ, തീവ്രവാദത്തെ താങ്കൾ പരോക്ഷമായി താങ്കൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, രണ്ടും തെറ്റാന്നാ പറയുന്നത്. അല്ല, നിങ്ങൾ ഇവിടുത്തെ RSS ഹിന്ദുത്വ ഭീകര ഇവിടുത്തെ ഹിന്ദു സമുദായത്തെ അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ താങ്കൾ RSS ഇൻവോൾവ് ആയിട്ടുള്ള കുറെ കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ PFI ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ കൂടെ പറയൂ താങ്കൾ. PFI ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകൾ കേരളത്തിൽ എത്ര കേസുകൾ? അതിന്റെ കണക്ക് പറയാൻ വേണ്ടി പഠിച്ചു വന്നതല്ല. ഇവിടെ നടന്നതായ ഈ കേരളത്തിൽ നടന്ന ഏതൊരു വർഗീയ കലാപത്തിന്റെയും പിന്നിൽ താങ്കളുടെ വിളിച്ചു വരുത്തി ഞാൻ ഒരു മണിക്കൂർ വിഡ്ഢിയായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ പറയാൻ സംഭവിച്ച അപ്പോഴേക്ക് താങ്കൾ ഇടപെടുകയും ചെയ്യാം. താങ്കൾ ഇതുവരെ ഒറ്റക്ക് ഇങ്ങനെ വയലു പറയല്ലായിരുന്നോ? മറ്റേ ആളോട് വയലു പറയിപ്പിക്കല്ലായിരുന്നു? ഞാൻ മുണ്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്ക് താങ്കൾ ഇടപെടുന്നു. കേരളത്തിൽ നടന്നതായ എല്ലാ വർഗീയ കലാപത്തിനും പിന്നിൽ RSS ഉണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ പലരെയും കൊന്നത്, ആയിഷ എന്നിട്ട് പറഞ്ഞൊരു പെണ്ണ്, പിന്നെ മുമ്പത്തെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഇപ്പം ചർച്ചകൾ വരാത്തത് കൊണ്ട് ഓർമ്മയെന്ന് പോയത. ആ മഞ്ചേരി കോടതി വളപ്പിൽ വെച്ച് വെട്ടിക്കൊന്നു. ആരാ വന്നത്? ശ്രീപത്മനാഭൻ, ഒ അബ്ദുള്ളയുടെ പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിനൊരു മറുപടി അനിവാര്യമാണ്. ഭാവമുള്ള സംഘടനകൾ എന്ന് പറയുന്നതിന് ചില നിർവചനങ്ങളുണ്ട്. അല്ലെങ്കിൽ തീവ്രവാദം എന്ന വാക്ക് ഇപ്പോൾ ഈ പുതിയ IPCയിൽ നിർവചിക്കുന്നതിന് മുമ്പ് തന്നെ അതിന് ചില കോടതി വിധികളിലൂടെയും അല്ലാതെയും ഒക്കെ ചില നിർവചനങ്ങൾ വന്നിട്ടുണ്ട്.
അപ്പൊ ആ നിർവചനങ്ങളുടെ ഇത്രയാണ്. അതായത് ഏതെങ്കിലും ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കുറെ ആളുകൾ നിയമവിരുദ്ധമായ മാർഗങ്ങൾ അവലംബിക്കാതെ വിരുദ്ധമായ അല്ലെങ്കിൽ നിയമ ലംഘിച്ചുകൊണ്ട് അക്രമ സ്വഭാവത്തോടു കൂടി ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പൊതുജീവിതവും സമാധാനത്തിന് ഭംഗം വരുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒക്കെ ഭംഗം വരുത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ് തീവ്രവാദം. അതല്ലാതെ ഇപ്പോ സത്യമാണ് കേരളത്തിൽ രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മറ്റ് ചെറിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തലശ്ശേരി കലാപം ഉണ്ടായിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് കലാപം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്വേഷിച്ച റിപ്പോർട്ടുകളും കമ്മീഷനും ഒക്കെ നമ്മുടെ മുമ്പാകെ ഉണ്ട്. തലശ്ശേരി എന്താ പറയാ കലാപം അന്വേഷിച്ച നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള. അപ്പൊ അവിടെയൊക്കെ അതിനൊന്നും ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സംഭവിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് 1980കളുടെ ആദ്യത്തിൽ പഞ്ചാബിലും പിന്നീട് കാശ്മീരിലും പിന്നെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി വടക്ക് കിഴക്കൻ ചില സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഈ സമാന്തരമായ ഈ സ്ഫോടക വസ്തുക്കളും തോക്ക് മുതലായ അത്യാധുനിക ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചില പ്രത്യേക സംസ്ഥാനം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ചില പ്രത്യേക രാജ്യം സ്ഥാപിക്കുക, ചില മതപരമായ ലക്ഷ്യത്തോടു കൂടി ചില പ്രദേശങ്ങൾ ഭാരത സർക്കാരിൽ നിന്നും മോചിപ്പിച്ചെടുക്കുക, ഇങ്ങനെ ചില ഉദ്ദേശത്തോടു കൂടി ചില പ്രവർത്തനങ്ങൾ നടത്തി വന്നത്. അപ്പൊ അതൊക്കെയാണ് തീവ്രവാദമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ നാട്ടിലിപ്പോൾ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിലാവട്ടെ മറ്റു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാവട്ടെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും കേരളം പോലുള്ള ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ പേരിലുമൊക്കെ കൊലപാതകങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2005 ബംഗാൾ നിയമസഭയിൽ ബംഗാളിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ നിയമസഭയ്ക്കകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ബംഗാളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം കഴിഞ്ഞ 30 വർഷത്തിലുള്ള, അതായത് 74 മുതൽ 2004-2005 കാലഘട്ടം വരെയുള്ള 30 വർഷത്തിനുള്ളിൽ 55,000 ആളുകൾ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. 55,000. ആ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ. കേരളത്തിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു 500 ആൾ മരിച്ചിട്ടുണ്ടാവും. പക്ഷെ ബംഗാളിൽ 55,000 ആളുകൾ രാഷ്ട്രീയ സംഘർഷങ്ങളിൽ മരിച്ചു എന്നാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ നിയമസഭയിൽ പറഞ്ഞത്. അതൊന്നും ഈ പറഞ്ഞ പോലെ തീവ്രവാദ പ്രവർത്തനമല്ല, അതൊക്കെ നിയമവിരുദ്ധമായ അക്രമ സംഭവങ്ങളാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളെ വേറെ രീതിയിലാണ് നിർവചിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനെ വീണ്ടും കൃത്യമായ ഒരു നിർവചനം പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള, കാരണം ഇത് സർക്കാരിനും ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ സ്ഥാപനങ്ങൾക്കും ഭരണഘടനാ സങ്കല്പങ്ങൾക്കും എതിരായിരിക്കണം. അങ്ങനെയൊക്കെ വരുന്ന നിർവചനങ്ങൾക്കുള്ളിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്ന നിയമപ്രകാരം അതിനെ നിരോധിച്ചിട്ടുള്ളത്, അതിനെതിരെ നടപടിയെടുത്തിട്ടുള്ളത്, അതിന്റെ ആളുകളൊക്കെ ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ കണ്ണൂരിലോ മറ്റോ രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം പോയാൽ 1 കൊല്ലമൊക്കെയാണ് പരമാവധി ജാമ്യം കിട്ടാതെ ആളുകൾ ഉള്ളിൽ കിടക്കാറ്. പക്ഷെ ഇവിടെ തീവ്രവാദ കേസുകളിൽ അങ്ങനെയല്ല. അവർക്ക് ജാമ്യം സാധാരണഗതിയിൽ കൊടുക്കാറില്ല. കാരണം അത്തരത്തിലുള്ള നിയമപ്രകാരമാണ് അവരെതിരെ കുറ്റം ചാർജ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നടത്തിയത് കേവലം അക്രമ സംഭവങ്ങൾ മാത്രമല്ല, നമ്മുടെ ഭരണഘടനയുടെ അനുസൃതമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമം കൂടി അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു തീവ്രവാദ സംഘടനയാണ്. PFI പോലുള്ള സംഘടനകളുടെ തീവ്രവാദ പ്രവർത്തനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരാമർശിക്കുമ്പോൾ, അങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ഉടനെ കൗണ്ടർ ചെയ്യുന്നത്, അബ്ദുള്ളയെ പോലുള്ളവർ കൗണ്ടർ ചെയ്യുന്നത്, RSS എന്ന ഒരു തീവ്രവാദ സംഘടനയില്ലേ, ഇത്രയധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ലേ, അങ്ങനെ ഒരു താരതമ്യ പഠനമാണ് നടത്തുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ PFIക്ക് എതിരാണെന്ന് പറയുന്നു. പക്ഷേ അതേസമയം അദ്ദേഹം ആ PFI ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്ന തീവ്രവാദ കേസുകളുടെ കണക്ക് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ RSS ചെയ്ത തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കണക്ക് കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം പേരെടുത്ത് പറയുകയും ചെയ്തല്ലോ. ഞാനതാണല്ലോ പറഞ്ഞത്, കേരളത്തിൽ അങ്ങിങ്ങായി രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട്, ചില മതപരമായ സംഘർഷങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ പല ആളുകളും പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ടാവും. അതൊക്കെ അതിനൊന്നും തീവ്രവാദമാവില്ല. സി വാട്ട് ഈസ് ടെററിസം? സി കമ്മ്യൂണൽ വയലൻസ് ഇസ് നോട്ട് ടെററിസം. അത് ടെററിസം അല്ല.
അത് വേറെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അത് രണ്ട് ജാതിയിൽപ്പെട്ടവരോ മതത്തിൽപ്പെട്ടവരോ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലോ പെട്ടവർ തമ്മിൽ സംഘർഷം ഉണ്ടാവുമ്പോൾ ഇത് ടെററിസം അല്ല. അത് കമ്മ്യൂണൽ വയലൻസ് ആവാം, കാസ്റ്റ് വയലൻസ് ആവാം, പൊളിറ്റിക്കൽ വയലൻസ് ആവാം. അതാണ് ഞാൻ പറഞ്ഞത്. എണ്ണം നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ഒരു വയലൻസ് നടന്നിട്ടുള്ളത് പശ്ചിമ ബംഗാളിലാണ്. 55,000 ആളുകളാണ് 30 വർഷത്തിനുള്ളിൽ പൊളിറ്റിക്കൽ വയലൻസിൽ മരണപ്പെട്ടത്. ഇത് പശ്ചിമ ബംഗാൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ 2004, 2005 നിയമസഭയ്ക്കകത്ത് ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ്. റെക്കോർഡുള്ളതാണ്. അപ്പൊ അയാൾ കുറെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലേക്കല്ലേ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ടെററിസം അല്ല. എന്നാൽ ബംഗാളിന് തൊട്ടടുത്ത് കിടക്കുന്ന ആസാമിലും മേഘാലയയിലും മിസോറാമിലും ഒക്കെ AK-47 എടുത്ത് ഇന്ത്യ ഗവൺമെന്റിനും നമ്മുടെ പട്ടാളത്തിനും നമ്മുടെ സുരക്ഷാ വിഭാഗത്തിനും എതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ടെററിസമായി. അവിടെ നിന്ന് ഇത്ര ആളുകൾ മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അത് ടെററിസമാണ്. അതാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എതിരായി കൂടി ഉള്ള സമരം അല്ലെങ്കിൽ അക്രമം വരണം, അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം വരണം, അപ്പോഴാണ് ടെററിസം ആവുക. ഇപ്പോൾ അതാണ് പോപ്പുലർ ഫ്രണ്ടിനെതിരെ ചാർത്തപ്പെട്ട കുറ്റം. അവരുടെ ഉദ്ദേശം ഭാരതത്തെ, ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായ ഭാരതത്തെ അത് മാറ്റിമറിച്ചുകൊണ്ട് 2047 കൂടി ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കുക, ഇസ്ലാമിക രാജ്യമാക്കുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭാവന വിലാസത്തിനനുസരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ചില നിയമസംഹിതയുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആയ ചില സങ്കല്പങ്ങളുണ്ട്. അതിനനുസരിച്ച് സംസാരിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഈസ് എ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അവർ ചെയ്ത പ്രവൃത്തി ടെററിസം എന്ന വാക്കിന്റെ നിർവചനത്തിന്റെ പഴയ നിർവചനത്തിനും പുതിയ നിർവചനത്തിനും ഉള്ളിൽ പെടുന്നതാണ്. സോ അവർ ഒരു തീവ്രവാദ സംഘടനയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയത്. അതാ ഞാൻ പറഞ്ഞത്, നിർഭാഗ്യമെന്ന് പറയട്ടെ, അവർക്ക് വലിയ തോതിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് പല സ്ഥലത്തും, ചില പോക്കറ്റുകളുണ്ട്, എല്ലാ സ്ഥലത്തും ഒന്നുമില്ല. ഈ കണ്ണൂർ ജില്ലയിൽ ചില പോക്കറ്റുകളുണ്ട്, മട്ടന്നൂർ പ്രദേശങ്ങളിൽ ചില പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്നത് അവർക്ക് അവിടെ ഒളിച്ചു താമസിക്കാൻ സാധിച്ചത്. പക്ഷെ ഇന്നതൊക്കെ വീക്കണായി, അതൊക്കെ ദുർബലപ്പെട്ട് വരികയാണ് അവരെ പോക്കറ്റുകളൊക്കെ. അതുകൊണ്ട് അവർ ഇപ്പോൾ അവരെ പുറത്ത് ചാടിയിരിക്കുകയാണ്, അവർ നിയമത്തിന് മുമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. അബ്ദുള്ള, എന്താണ് ടെററിസം, ഏതാണ് ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് കൃത്യമായിട്ട് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ ഇക്കാര്യത്തിൽ? അറിയാനുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുമ്പോൾ താങ്കൾ എന്നെ പറയാൻ സമ്മതിക്കില്ലല്ലോ. താങ്കൾ എന്നെ വളരെ നോക്കുത്തിയായിട്ട് ഇരുത്തിയതല്ലേ. വളരെ ഞാൻ എന്നെ കാണാൻ വളരെ സൗന്ദര്യം ഉണ്ട്. അതെ, ഒരു മണിക്കൂർ നേരത്തെ ചർച്ചയിനിടയിൽ, ഒരു മണിക്കൂറിന് നേരത്തെ ചർച്ചയിൽ ഒന്ന് വായ തുറന്നപ്പോഴേക്ക് താങ്കൾ അർപ്പിച്ചില്ലേ. പിന്നെ എന്തിനാണ് ഈ പരിഹാസത്തിന് നിൽക്കുന്നത്? ഒരു മിനിമം ഒരു ചർച്ച നിയന്ത്രിക്കാൻ ഞാൻ താങ്കൾ ഉള്ള പറയത്തിന് അതിന് ഇടപെടൂലെന്ന് പറയും. ഇടപെടൂലെങ്കിൽ പറയാം, ഇടപെടൂലെങ്കിൽ മാത്രം സംസാരിക്കും. എന്നാല് അതിന്റെ ശേഷം ഞാൻ പറഞ്ഞ ഞാൻ എന്റെ വിഡിത്തം മുഴുവൻ വിളമ്പി കഴിഞ്ഞ ശേഷം താങ്കൾ മനോഹരമായിട്ട് അതിനെ കൗണ്ടർ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ എന്താ അങ്ങനെയാണല്ലോ താങ്കളുടെ അഭിപ്രായത്തില്. എങ്ങനെ താങ്കളുടെ വളരെ മറ്റേതാന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള് ഈ ടെററിസം എന്നൊക്കെ ഉള്ളതിന് പുതിയ നിർവചനം ഓക്സ്ഫോർഡ് ഡിക്ഷണറി പുതിയ ഇറക്കിയിട്ടുണ്ടോ? അതിനൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു അർത്ഥമുണ്ട്. ടെററിസം എന്ന് പറഞ്ഞാൽ ഭീകരത. ഈ ഭീകരത ഒരു പ്രത്യേക സമുദായം ചെയ്യുകയാണെങ്കിൽ അത് ഭീകരത. അത് മാലേഗാവില് മുസ്ലിങ്ങളായ ദരിദ്രവാസികൾ റമദാനിലെ 27 എന്ന് പറഞ്ഞാൽ അവർ വളരെ പുണ്യമായി കരുതുന്ന ഒരു ദിവസം നോമ്പെടുത്തിരിക്കുകയാണ്. ആണും പെണ്ണും കുട്ടികളടക്കം പള്ളിയുടെ അങ്കണത്തിൽ അണിനിരന്നുകൊണ്ട് അവർ നോമ്പെടുത്ത് അവർ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ അവരുടെ സ്ഫോടനം നടത്തുന്നു. പക്ഷേ അത് നടത്തുന്നത് മുസ്ലിങ്ങളല്ലാത്തതുകൊണ്ട് സ്ഫോടനമല്ല, അത് ടെററിസ്റ്റ് അല്ല. തോന്നുന്ന ഉദാഹരണം വേണ്ടല്ലോ. മക്ക മസ്ജിദിൽ അവിടെ ആ പ്രാർത്ഥനയ്ക്ക് അതിനിടയിൽ അതിഭയങ്കരമായ ആക്രമണം നടക്കുന്നു. ഒരു പയ്യനെ പിന്നെ അവിടെ ഇപ്പൊ പേരൊന്നും ഓർമ്മയില്ല, ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ടൊക്കെ മറന്നുപോയി. അയാൾ ജയിലിൽ കാണും. ഈ പയ്യനോട് ചോദിച്ചു, അതിനകത്തുള്ളതായ ഒരാള്, താൻ എങ്ങനെ ഇവിടെ എത്തി? അതിന് ഈ എന്താ പറയുക, കലാപത്തോടനുബന്ധിച്ച് പിടികൂടി ഉണ്ടെന്നാ. അപ്പൊ അയാൾ പറയാ, ഞങ്ങളല്ലേ നടത്തി, അതിനെന്തിനാ തന്നെ പിടിച്ചു? മുസ്ലിം പയ്യനാ.
ഇങ്ങനെ നിരന്തരമായ വർഗീയ കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. അതിനെപ്പറ്റി ഖുഷ്യന്ത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ പഞ്ചാബി എഴുത്തുകാരൻ പറഞ്ഞത്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം നമുക്കിനി വർഗീയ കലാപങ്ങളുടെ പേര് ഓരോ സ്ഥലത്തും എ എന്ന് പറയുന്നുണ്ടെങ്കിൽ അഹമ്മദാബാദ്, ബി എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ അത് നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ പഠിക്കേണ്ടിടത്ത് എത്തിയിരിക്കുന്നു. അതിന് മാത്രം കലാപങ്ങൾ. ഈ കലാപങ്ങളിൽ പിന്നീട് തിരിച്ചടി ഉണ്ടായി. അതെങ്ങനെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ എത്ര കാലം അത് സഹിക്കുക, ഏതായാലും മരിക്കുകയാണ്. എന്നാൽ നമ്മൾ സംഘടിച്ച് തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമാണ് പോപ്പുലർ ഫ്രണ്ട്. ശ്രീ നൗഫൽ, ഈ പിന്നെ നമ്മുടെ സവാദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ NIA, അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ ഉണ്ടോ? ഇപ്പോഴും അവരവിടെ താമസിക്കുകയാണോ? ഇല്ല, അവരെ കുടുംബം ഒരു 12 മണിയായോടുകൂടി അവർ നാട്ടിലേക്ക് പോയി. ഹലോ, കേൾക്കുന്നുണ്ട്. അല്ല, ഈ കുടുംബത്തോട് അവർ കാസർഗോഡേക്ക് പോയി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. മനസ്സിലായില്ല. ഇല്ല, മാധ്യമങ്ങള് കാത്തു നിന്നിട്ട് കുടുംബം പുറകിലൂട്ട് പോവുകയാണ് ചെയ്തത്. അല്ല, അപ്പൊ ഈ കുടുംബത്തെ കൊണ്ടുപോയതാരാ? ഹലോ, കുടുംബത്തെ കൊണ്ടുപോയതാരാണ്? പുറത്തോട്ട് കൊണ്ടുപോയതാരാണ്? ആരാണ് ആ സഹായത്തിന് എത്തിയത്? അവരുടെ സഹായത്തിന് ഷാജഹാന്റെ ഭാര്യയുടെ ആങ്ങള വന്ന് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അല്ല നൗഫൽ, അപ്പോൾ ഈ ഷാജഹാന്റെ ഭാര്യ കബളിപ്പിക്കപ്പെട്ടു, ഇത്രയും പ്രമാദമായ ഒരു കേസിലെ പ്രധാന പ്രതിയുടെ ഭാര്യയാണ് ഞാൻ എന്ന ആ ഒരു സത്യമൊക്കെ ഇന്നാണോ മനസ്സിലാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ താങ്കൾക്ക്? യഥാർത്ഥത്തിൽ കബളിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിന് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇയാൾ ഇത്തരത്തിലൊരു കേസിലെ പ്രതിയാണ് എന്ന് ആ ഭാര്യ അറിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അല്ല, ഇപ്പോഴും നൗഫൽ, ഇപ്പോഴും ഈ ആളുകൾ സംശയിക്കുന്നത് ഈ ഇതുപോലുള്ളൊരു ക്രിമിനലിന് അവിടെ പ്രദേശത്തുള്ള ചിലരുടെയൊക്കെ, അതും ചില അവിടെ വേരോട്ടമുള്ള സ്വാധീനമുള്ള പാർട്ടി പ്രവർത്തകരുടെ രഹസ്യ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ഒരു സപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്ന് തീർത്ത് പറയാൻ പറ്റുമോ താങ്കൾക്ക്? ഞാൻ ഉദ്ദേശിക്കുന്നത് CPMൻ്റെ പിന്തുണ തന്നെയാണ്. കാരണം CPMന് ഏറ്റവും സ്വാധീനമുള്ള മേഖലയാണ് അത്. ഞാൻ നേരത്തെ പറഞ്ഞു താങ്കളോട്, CPM അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ല. ആ ഒരു പ്രദേശത്താണ് 2 വർഷത്തോളമായിട്ട് സവാദ് എന്ന ക്രിമിനൽ, ദ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അവിടെ ഒളിവിൽ കഴിഞ്ഞത്. അദ്ദേഹം പുറം ലോകമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല, അതൊക്കെ ശരി തന്നെ, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ എങ്കിലും CPM പോലുള്ള ഒരു പാർട്ടി കൃത്യമായിട്ട് അന്വേഷിക്കും, കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കും, അതൊക്കെ ചെയ്യാറുണ്ട് അവരുടെ നിലയ്ക്ക്. എന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അവർ മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി താങ്കളോട് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ CPMന് വലിയ സ്വാധീനമുള്ള മേഖലയല്ല. ഈ ഷാജഹാൻ താമസിച്ച വീട് ഉൾപ്പെടെ അവിടെ UDF ആണ് ജയിച്ച സ്ഥലമാണ്. അപ്പോൾ CPMന് വലിയ സ്വാധീനമുള്ള സ്ഥലമല്ല. CPMന്റെ പ്രാദേശിക പ്രവർത്തകർ പ്രവർത്തനം നടത്തുന്നിടയിലാണ് ഇയാൾ ഷാജഹാനാണ് എന്ന് മനസ്സിലാക്കുകയും ഇനി ഇയാൾ മറ്റ് ഏത് മേഖല പോയിട്ട് വീടെടുത്ത് താമസിച്ചാലും ഇയാളെ ഒരു ആളുകൾക്കും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. അത് CPMന്റെ കേന്ദ്രമാണല്ല, BJPയുടെ കേന്ദ്രത്തിൽ പോയി താമസിച്ചാലും ഇയാൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. അപ്പം അത് നേരത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഫോട്ടോവും ഇപ്പോൾ നിങ്ങൾ പുറത്തുവിട്ട ഫോട്ടോവും ഇപ്പോൾ ഇല്ല ഈ പ്രതിയുടെ ഫോട്ടോവും കണ്ടാൽ ഏത് കേന്ദ്രത്തിൽ പോയി താമസിച്ചാലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. നാട്ടുകാരപ്പോ ഇപ്പോഴും ഞെട്ടൽ തന്നെയാണ് അല്ലേ? ഈ പ്രദേശം CPMന്റെ ഒരു ശക്തി കേന്ദ്രമല്ല. നാട്ടുകാർ ഇന്ന് രാവിലെ മുതലാണ് ഈ സംഭവം അറിയുന്നത്.
എന്നേരാണ് ഈ NIA കേസെല്ലാം നമ്മൾ മറന്നുപോയ ഒരു സംഭവമായിരുന്നല്ലോ. ഇന്നാണ് ഇത് ഞങ്ങൾ തന്നെ ഇത്തരം ഒരു പ്രതി ഇവിടെ താമസിക്കുന്നത്. അത് ഇയാളാണ്. പേര് ആൾമാറാട്ടത്തിൽ ഒരു പ്രദേശത്ത് വാടകയ്ക്ക് വീടെടുത്ത് സ്വന്തം തൊഴിലിന് പോയി ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നു. അങ്ങനെ ഇവിടെ മറ്റു പ്രദേശത്ത് പോയി തൊഴിലെടുത്ത് വരുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇയാൾ ഏത് പ്രദേശത്ത് പോയി 13 വർഷം മുമ്പ് മറ്റൊരു പ്രദേശത്തായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഈ മാസം അടുത്തൊരു താവളത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇവിടുന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ നൗഫൽ, യെസ്, വീണ്ടും ഞാൻ അബ്ദുള്ളയിലേക്ക് പോവുകയാണ്. അബ്ദുള്ള, നേരത്തെ താങ്കൾ പറഞ്ഞു വെച്ചത് പൂർത്തിയാക്കാം. താങ്കൾക്ക് ഞങ്ങളുടെ തെറ്റല്ല, ഞങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങൾ സൈലൻ്റ് ആക്കിയതല്ല, താങ്കൾ മനസ്സിലാക്കണം. രണ്ടുമാണ്. സൈലൻ്റ് അതിൻ്റെ സാങ്കേതിക പ്രശ്നമുണ്ടായി. താങ്കൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വായ അടക്കുകയും ചെയ്തു. രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇപ്പം ഇവിടെ താങ്കൾ ചോദിച്ച ഒരു ചോദ്യം, ഇവിടെ ആരൊക്കെയോ സംരക്ഷിക്കാനുണ്ടായത് കൊണ്ടല്ലേ ഇയാൾക്ക് ഇവിടെ 13 കൊല്ലം ഇങ്ങനെ മുങ്ങാൻ നടന്നത്, മുങ്ങിക്കഴിയാൻ കഴിഞ്ഞിരുന്നത്. ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കട്ടെ. സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു കക്ഷി, ആ ഒരു പാവം മനുഷ്യരെ കാറിലിട്ട് ചുട്ടു, അയാൾ മുങ്ങി നടക്കുന്നു. അയാൾ ഏത് പാർട്ടി? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ് അയാളെ സംരക്ഷിക്കുന്നത്. അയാൾ എത്ര കൊല്ലങ്ങളായി? ഇയാളേക്കാൾ ഒരു ഇരട്ടി കൊല്ലമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും, ഞാൻ ഊഹിക്കുക. അപ്പോൾ ഇവിടെ ഈ ആളുകൾ ഇങ്ങനെ മുങ്ങി നടക്കുന്നവരൊക്കെ ഈ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ലാത്ത സംഘടന സംരക്ഷിക്കുക എന്നുള്ള ഒക്കെ വളരെ തെറ്റാണ്. താങ്കളൊക്കെ ഒരു ആങ്കറായിട്ട് ഒരു പൊതുവേദിയിൽ വന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിഭാഗത്തെ പറ്റി ആരോപിക്കുമ്പോൾ അത് അവരിൽ ഉണ്ടാക്കുന്ന വക്കാലത്ത്, അല്ലെങ്കിൽ ഞാൻ താങ്കൾ വിവരക്കേട് പറയുമ്പോൾ ഞാൻ തിരുത്തുക. ഇന്ത്യന്റെ തലസ്ഥാനം കറാച്ചിയാൻ താങ്കൾ പറഞ്ഞു ഞാനത് തിരുത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ വക്കാലത്താ. വിവരക്കേട് പറഞ്ഞാൽ അത് തിരുത്തണോ? ആ തിരുത്തലാ പോടെ നടത്തുന്നത്. ഇവിടെ ആരും ഇവര് എങ്ങനെ എന്റേത് മാത്രം പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നു, താങ്കൾ മനസ്സിലാവില്ല എന്നുള്ളത്. താങ്കൾ എന്തിനാ ചോദിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് അതിനേക്കാൾ വേഗം മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഞാൻ പറയട്ടെ. അപ്പോൾ ഇവിടെ ഈ ഒരു സംരക്ഷണം ഏതെങ്കിലും പ്രത്യേക സംഘടന ഇല്ലാത്തതിന് ഒരാൾക്ക് മുങ്ങി നടക്കാനൊന്നും ഒരു പ്രയാസമില്ല. അപ്പോൾ താങ്കളൊക്കെ നടക്കില്ലേ? താങ്കൾ ഈ സമൂഹത്തിൽ നടക്കണ്ടല്ലോ. എന്താന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എന്താ താങ്കളുടെ ഉള്ളിൽ എന്താണെന്ന് എത്ര ആൾക്കറിയാം? എനിക്കല്ലേ അറിയുള്ളൂ താങ്കളുടെ ഉള്ളിൽ നല്ലൊരു BJP RSS ഉണ്ട് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മളെ മുൻകൂട്ടി അങ്ങനെ വിധിക്കാൻ പറ്റൂല. ഈ കാര്യങ്ങൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വ്യക്തികളെയോ സംഘടനയോ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട സംഘടന വിചാരിച്ച് അതിന് മറുപടി പറയാൻ ഇവിടെ ആരുമില്ല എന്ന് വെച്ചിട്ട് എല്ലാ തെറ്റും എല്ലാ കുറ്റവും അവരാണ് ചെയ്യുന്നത് പറയാൻ പറ്റൂല എന്നാണ് ഞാൻ പറയുന്ന അർത്ഥം. ശരി. ശ്രീ ജോർജ് ജോസഫ്, അതേ പറഞ്ഞു വെച്ചത് പിന്നെ സുകുമാരക്കുറുപ്പിനെ പോലുള്ള ഒരാളെ ഇതുവരെ പിടികൂടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ നമ്മുടെ സവാദും അതുപോലെ ആരുടെയും സഹായം ഇല്ലാതെ ഇങ്ങനെ അയാളുടെ മാത്രം ഒരു സാമർത്ഥ്യത്തിൻ്റെ പുറത്ത് ഇത്രയും കാലം അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിവ് ജീവിതം നയിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ NIA കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് PFIയുടെ പിന്നെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ഇതിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് റിമാൻഡ് റിപ്പോർട്ടിൽ പിന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? ഐ ഡോണ്ട് തിങ്ക്. സാധ്യതയില്ല. എന്തായാലും സുകുമാരക്കുറുപ്പിന്റെ കാര്യം അബ്ദുള്ള പറഞ്ഞ്, സുകുമാരക്കുറുപ്പിന്റെ കേസ് ഞാനാണ് ക്ലോസ് ചെയ്യുന്നത്. അയാൾ ബീഹാറിൽ വെച്ച് മരിച്ചു, ഡെഡ് ബോഡി കിട്ടിയില്ല, അങ്ങനെയുള്ള എവിഡൻസ്. അതുകൊണ്ട് സുകുമാരക്കുറുപ്പ് പണ്ടേ മരിച്ചുപോയി. അത് അന്വേഷിച്ച് ക്ലോസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അതവിടെ നിൽക്കട്ടെ. അപ്പം അതുകൊണ്ട് അത് കാഷ്വലായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേരത്തെ അബ്ദുള്ള അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആരുടെ സഹായം ഇല്ലാതെ പക്ഷെ ഇയാളെ എല്ലാം പറയേണ്ടി വരും. വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോൾ ഈ അസമയത്ത്
അയാളെ കൊന്നല്ല, അയാള് നാച്ചുറൽ ഡെത്തിലാണ്. അയാള് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ച് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ച അയാളുടെ വീടിനടുത്തുള്ള നേഴ്സാണ്. അയാൾ ഒരു 10-12 സ്റ്റേറ്റുകളിലെ ജില്ലാ ആശുപത്രി ഇങ്ങനെ മാറി മാറി പേടിച്ച് പോയി. അയാളുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി, ഒരു നേഴ്സുണ്ട്, അവള് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തീർന്നുപോയ കഥകൾ. അത് ഇപ്പോഴും മലയാളി ഉള്ളിടത്തോളം കാലം സുകുമാരക്കുറുപ്പ് ഒളിവിൽ തന്നെ പോകുന്നതാണ് ഞാൻ കൂടെ പറയുന്നത്. അതുകൊണ്ട് സുകുമാരക്കുറുപ്പ് ഒരിക്കലും മറിക്കൂല. പക്ഷെ ഇവിടെ നമ്മൾ സംഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ ആള് തീർച്ചയായിട്ടും ആളെ കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു കേസിനകത്ത് നമുക്ക് ഒരു മഴു കിട്ടണം. അത് മഴു കിട്ടിയേ പറ്റുള്ളൂ. അത് എവിടെ കൊണ്ടുപോയി കളഞ്ഞു, അല്ലെങ്കിൽ എവിടെ കൊടുത്തു, അല്ലെ അവിടുന്ന് ആ മഴു സംഘടിപ്പിച്ചു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് പോലീസിന്, അല്ലെങ്കിൽ NIAക്ക് കണ്ടെത്താനുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഇയാൾ കുറേ നാൾ കഴിയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ഇയാളെ തഴഞ്ഞിട്ട് ഇയാൾ സ്വന്തമായിട്ട് കാമോഫ്ലാഗിൽ അല്ലെങ്കിൽ വേഷപ്രച്ഛനായിട്ട് അയാൾക്ക് മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയുകൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് അയാൾക്ക് അങ്ങ് ജീവിച്ചു പോയതാകാം. അങ്ങനെ അത് ഓയബ്ദുള്ള പറഞ്ഞ പോലെ അത് ശരിയാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇയാൾ ഈ സംഭവത്തിന് ശേഷം കുറേ നാൾ ആരുടെയെങ്കിലും പ്രൊട്ടക്ഷൻ അല്ലാതെ അയാൾക്ക് ഇതുപോലെ ഒളിച്ചു നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ 5-6 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ സ്വന്തമായിട്ട് ഒളിയിലങ്ങ് താമസിച്ചുകൊണ്ട് ഇയാളെ പിടിക്കില്ല എന്നൊരു കോൺഫിഡൻസ്. ഇയാളിപ്പം ആ നൗഫൽ പറഞ്ഞതനുസരിച്ച് അവിടുന്ന് ഇയാൾ മാറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് വേറെ സ്ഥലത്തോട്ട്. ഇയാൾ ഇങ്ങനെ മാറി പൊയ്ക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് കുറച്ച് നാൾ താമസിച്ചാൽ ഇയാൾ ആര്, എന്ത്, ഇയാൾക്ക് എന്താ ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാർ പ്രത്യേകിച്ച് മലയാളി വലിയ ക്യൂരിയോസിറ്റി ഉള്ളവരാണ്. അപ്പം മലയാളി അത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഇയാൾ അവിടുന്ന് മാറും. അയാളും മലയാളിയാണല്ലോ. അപ്പം മാറി പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഏതായാലും ഇത് ട്രാക്ക് ചെയ്തത്, ഇയാളെ ഫിക്സ് ചെയ്തത്, അതാ ഞാൻ NIA അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. വളരെ കറക്റ്റായിട്ടുള്ള ട്രാക്കിങ് ആയിരുന്നു അത്. ഇത്ര വർഷം എടുത്തു NIAക്ക്. അത് എങ്ങനെയാണ് ആ ക്ലൂ വന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും റിമാൻഡ് ആപ്ലിക്കേഷനകത്ത് ഇയാൾ ആടെ താമസം ഉണ്ടെന്നുള്ള വിവരം എങ്ങനെയാണെന്ന് ചിലപ്പം പറഞ്ഞെന്ന് വരാം. അത് ചിലപ്പം റിമാൻഡ് ആപ്ലിക്കേഷന് കോപ്പി കിട്ടിയാൽ ചിലപ്പോൾ അറിയാം. പക്ഷേ അതൊരു ക്ലാസിക്കായിട്ടുള്ള ഒരു പിടുത്തം തന്നെയായിരുന്നു അത്. കാരണം കേരള പോലീസിന് ഒന്നും തൊടാൻ പറ്റിയില്ല. കേരളത്തിൽ തന്നെയാണ് 2 വർഷമായിട്ട് മട്ടന്നൂരുണ്ട്. അതിന് മുമ്പ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഇയാൾ നാട്ടിലുണ്ട്. ഒരു വിവാഹം ആലോചിക്കുമ്പം ഇയാൾക്കൊരു വീട് സംവിധാനവും കുറേ ആളൊക്കെ വേണമല്ലോ. അല്ലാതെ വെറുതെ ആ പെൺകുച്ചിനെ കല്യാണം കഴിക്കത്തില്ലല്ലോ. അവരിപ്പം അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വിളിച്ചോണ്ട് പോയി. ഇയാള് ഷാജഹാൻ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പറയാനൊക്കത്തില്ല. അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. അങ്ങനെ കബളിപ്പിക്കാതെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഇത് എപ്പോഴായാലും ലീക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് കബളിപ്പിക്കപ്പെട്ടതാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇയാൾക്ക് ആ കല്യാണം ആലോചിക്കാനായിട്ട് ചില ആൾക്കാർ വേണമല്ലോ. അതൊക്കെ ആരാണ്? അതൊക്കെ ഇയാൾ ഇങ്ങനെ ഒളിച്ചു താമസിക്കാൻ ഈ കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ആ കല്യാണ പ്രപ്പോസലൊക്കെ വരുന്നത്. പക്ഷെ അവരും ഇയാൾ ഷാജഹാനാണ് മറ്റേ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെയായിരിക്കും. പക്ഷേ ആ ബ്രദർ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതിൽ നിന്ന് വീട്ടുകാർക്ക് അറിയില്ല ഇതൊരു ഷാജഹാൻ തന്നെയാണ് എന്ന് തന്നെ കരുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ശ്രീ ജോർജ് ജോസഫ്, ഇതിലെ ആ മഴു അത് ഇനിയിപ്പോൾ കണ്ടുപിടിക്കുക അസാധ്യമാണ് അല്ലേ? അതൊക്കെ എന്നെ നശിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ല, അത് പറയാനൊക്കത്തില്ല. അത് ചിലപ്പം എവിടെയെങ്കിലും കൊണ്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, തുരുമ്പെടുത്ത് അവിടെ ഉണ്ടാവും. അത് കിട്ടിയാലും മതിയല്ലോ. അപ്പം അത് എന്തായാലും അതിൽ പറയണം. ഒരു 27 എവിഡൻസ് ആക്ട് റിക്കവർ ചെയ്യണത്. അതുകൊണ്ട് അത് NIA കറക്റ്റായിട്ട് പ്രോബ് ചെയ്യും. അത് കളഞ്ഞെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടുപോയിട്ടോ, അല്ലെങ്കിൽ പുഴയിൽ എറിഞ്ഞു കളഞ്ഞോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ പിന്നീട് വീട്ടിൽ വെച്ചിട്ട് പോയി. അത് ഉപയോഗിച്ച് 10-11 വർഷം ആയാലും ശരി, അതിൻ്റെ പിടിയും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അത് കണ്ടെത്തേ പറ്റുള്ളൂ. അത് നശിപ്പിച്ച സ്ഥലം അയാൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അത് NIA അതിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, നാളെ ഈ കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് കോടതിയെ ബോധ്യപ്പെടുത്തും. അടിച്ചുമാറ്റി കേരള പോലീസ് രംഗത്ത് വരുമോ? സാധാരണ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പം കേന്ദ്ര പദ്ധതികൾ മൊത്തം കേരളത്തിൻ്റെ പദ്ധതികളാണ്. അങ്ങനെ പിന്നെ പുറത്ത് അങ്ങനെയാണല്ലോ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതുപോലെ കേരള പോലീസാണ് ഇതിൻ്റെ തുമ്പ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് നാളെ വാർത്തകൾ പുറത്തു വരാൻ സാധ്യതയില്ലേ?
നമുക്ക് അതറിയാനൊക്കില്ല എങ്ങനെയാണ് ഇത് ട്രാക്ക്. അത് എന്തായാലും NIA വെളിപ്പെടുത്തുമായിരിക്കാം. കാരണം NIA ഇയാളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഇരുന്നു എന്ന് ഉറപ്പാണ്. കാരണം 7 വാഹനങ്ങളാണ് അവിടെ വന്നത്. സട്ടനായിട്ട് 7 വാഹനങ്ങൾ വന്നു. എന്നിട്ടാണ് കസ്റ്റഡി എടുക്കുന്നത്. അപ്പോൾ അവർ കുറേ നാളുകൊണ്ട് കുറേ ദിവസം കൊണ്ട് ഇയാളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന്. ഇയാളാണ്. കാരണം ബാക്കിലോട്ട് അന്വേഷിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇയാൾ കല്യാണം കഴിച്ചിരിക്കുന്നു, ഷാജഹാൻ എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു, ഇയാളുടെ ഭാര്യയുടെ വീട്ടിലൊക്കെ ചിലപ്പം കാസർഗോഡൊക്കെ പോയി രഹസ്യമായിട്ട് NIA അന്വേഷിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇയാൾ നേരത്തെ ഈ A1 ആ പ്രതി തന്നെയാണ് ഇയാളെന്ന് അവർക്ക്. കാരണം മുഖം ഇപ്പം നൗഫൽ പറഞ്ഞ പോലെ അയാളുടെ ഷേപ്പ് മാറി, മുഖത്തിൻ്റെ ഷേപ്പ് മാറി. പിന്നെ 10-12 വർഷം കഴിഞ്ഞു പോയി, 13 വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ. പിന്നെ അയാൾ നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. അയാൾ കൂലിപ്പണി ചെയ്യുമ്പോൾ അയാൾ കാർപ്പൻ്റർ ഇത് പഠിച്ചിട്ടുണ്ട്. അയാൾ ആ തൊഴിൽ 10-12 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ബോഡിയിൽ ആ തൊഴിലിൻ്റെതായ മാറ്റങ്ങളും ഷേപ്പും ഒക്കെ വരും. ആളെ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ എയർ കട്ടൊക്കെ നമ്മൾ എത്ര വിധത്തിലാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അയാൾക്ക് കാമഫ്ലാഗിൽ അല്ലെങ്കിൽ ഒളിവിൽ അയാൾക്ക് കഴിയാം, പിടിക്കപ്പെടും. ധാരാളം പ്രതികൾ അങ്ങനെ ഇവിടെ കേരളത്തിലുണ്ട്, അല്ലെ ഇന്ത്യയിൽ തന്നെയുണ്ട്. കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഈ NIA-യുടെ ഈ ട്രാക്കിങ് ഏതായാലും കൃത്യമായിരുന്നു. ഇനി ആ ജോസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ദുഃഖം ഒന്ന് കുറയ്ക്കണം. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, ആ കോൺസ്പിറസിയിലുള്ള ആരാണ് 3-4 പേരുണ്ടാവും, അത് കണ്ടെത്തണം, അവരെ അറസ്റ്റ് ചെയ്യണം. തീഹാറിൽ ജയിലിൽ കിടപ്പുണ്ടെന്ന് നേരത്തെ അഡ്വക്കേറ്റ് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിവരമെങ്കിലും വെളി വരണം. എത്ര പേരുണ്ടായിരുന്നു, ആരാണ് ഇയാൾക്ക് ഇൻസ്റ്റിഗേഷൻ കൊടുത്തത്, വെട്ടിയിട്ട് 3 അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. നമ്മളത് മറന്നു പോകരുത്. നേരത്തെ ജോസഫിനെ കൊല്ലാൻ 3 അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അതിന് ശേഷമാണ് ഈ കൈ വെട്ടിയത്. അപ്പോൾ ആ 3 അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറെ ആൾക്കാരെ ഉപയോഗിച്ചിട്ട് കാര്യം നടക്കാതെ വന്നുകൊണ്ടാണ് ഈ പുതിയ സംവിധാനത്തിലോട്ട് വന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഓക്കെ, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, എന്തായാലും NIA-യുടെ അല്ലേ തുപ്പിയിലെ ഒരു പൊൻതൂവൽ തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും NIA-യുടെ അന്വേഷണ ചരിത്രത്തിലെ ഒരു വലിയ വിജയം തന്നെയാണിത്. അതോടൊപ്പം ഞാൻ ഇതിന് പ്രാപ്തമാക്കിയത്, അല്ലെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ എത്തിയത്, രാജ്യത്ത് കഴിഞ്ഞ കുറച്ചു കാലം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റവും ഇതിൽ വലിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യത്തിലെ ഇന്നത്തെ അന്തരീക്ഷം തീവ്രവാദികൾക്ക് അനുകൂലമല്ല. നമുക്ക് കാശ്മീരിൽ നിന്നും വരുന്ന ചിത്രങ്ങൾ നമുക്കറിയാം. റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ ഹർത്താൽ പ്രഖ്യാപിക്കുക, പാകിസ്ഥാൻ പതാക കെട്ടുക, പട്ടാളക്കാരെ കല്ലെടുത്തെറിയുക, ഇതൊക്കെ ആയിരുന്നു കാശ്മീരിൽ നിന്നും ഒരു 10 വർഷം മുന്നേ വരെ വരുന്ന വാർത്തകള്. പക്ഷെ ഇന്ന് റിപ്പബ്ലിക് ദിനവും സ്വാതന്ത്ര്യ ദിനവും ഒക്കെ നമ്മുടെ നാടിന്റെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ ആഘോഷിക്കുന്നതിനേക്കാൾ ഒരുപടി മുന്നിലായി അതിഗംഭീരമായി ആഘോഷിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു. മുക്കിലും മൂലയും ത്രിവർണ്ണ പതാക കെട്ടുന്നു. ശ്രീനഗറിലെ ലാൽ ചൗക്ക് ത്രിവർണ്ണ പ്രഭയിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. അവിടെ മാനം മുട്ടെ ത്രിവർണ്ണ പതാക പറക്കുന്നു. കല്ലെറിയാൻ പോയ കുട്ടികളൊക്കെ അഗ്നിപത്തിൽ ചേരാൻ വേണ്ടി ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു, പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോ അന്തരീക്ഷം മാറിയിട്ടുണ്ട്. യാതൊരു സീറോ ടോളറൻസ് അഗൻസ്റ്റ് ടെററിസം എന്നൊരു രീതി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ നമ്മളെ ഈ കാര്യത്തിലും കണ്ടിട്ടുള്ളത്. അപ്പോ ഇത് ഒരു അപ്രതീക്ഷിതമായ സംഭവമല്ല, ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ആളുകളൊന്നും അവരെയൊന്നും വെറുതെ വിടാൻ പോകുന്ന ഒരു ഭരണ സംവിധാനമല്ല രാജ്യത്തുള്ളത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന് എന്നാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി. എന്തായാലും കൈവെട്ടിലൂടെ ഒരു പാവം അധ്യാപകൻ്റെ കുടുംബജീവിതമാണ് സവാദ് എന്ന തീവ്രവാദി തകർത്തെറിഞ്ഞത്. എന്നിട്ട് ഇക്കാലം അത്രയും അന്വേഷണ ഏജൻസികളുടെ കണ്ണും വെട്ടിച്ച് ഇയാൾക്ക് ഒളിവിൽ സുഖജീവിതം നയിക്കാൻ സാധിച്ചെങ്കിൽ അത് കേരള പോലീസ് ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ പരാജയമാണ് എന്ന് പറയാതെ വയ്യ. വെറുമൊരു കേസിലെ പ്രതിയല്ല സവാദ്. കേരളത്തിൽ ഉഗ്രവിഷം തുപ്പുന്ന മതതീവ്രവാദികൾ നാടിൻ്റെ ഐക്യവും മനസമാധാനവും തകർക്കാൻ സംഘടിതമായി ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിച്ച പ്രമാദമായ ഒരു കേസിലെ 1ാം പ്രതിയാണ് അയാൾ.
അയാളാണ് മാഷിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത്. എന്നിട്ടും സവാദിനായി വല വിരിക്കുന്നതിൽ പോലീസ് അലംഭാവം കാണിച്ചു. മത തീവ്രവാദികളോടുള്ള ഭരണകൂടത്തിൻ്റെ മൃദു സമീപനം നമ്മുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരക്കാരെ പൊതുസമൂഹം തന്നെ ഒറ്റപ്പെടുത്തണം. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.